ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ തന്നെ ഓട്ടട, ചെറുപയറും കറി, ചായയും കുടിച്ച് അങ്ങനെ തുടങ്ങിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ചായക്ക് ശേഷം പിന്നീടാണ് കൂട്ടാനുണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് വാഴൻ്റെ തട്ട കൂട്ടാനാണ്. അപ്പോൾ അതിൻ്റെ പുറത്തത്തെ 3-4 തൊലികൾ ഒഴിവാക്കും. അതിന് ശേഷമാണ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ ചെറുപയറാണ് കൂടെ ഇടുന്നത്. അപ്പോൾ ചെറുപയർ കുറച്ച് എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെക്കുക. എന്നതിൻ്റെ ശേഷം അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് അതിൻ്റെ നെട്ടി പോലും വെട്ടിക്കളഞ്ഞതിൻ്റെ ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. എന്നതിന് ശേഷം ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കുക. കൂടെ അരിഞ്ഞെടുത്ത വാഴത്തട്ട കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 പച്ചമുളക് നടുക കീറിയിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. കുക്കർ അടച്ച് വെച്ച് 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുകിട്ട് കൊടുക്കുക. എന്നതിന് ശേഷം വേവിച്ച് വെച്ച വാഴത്തട്ടയും ചെറുപയറും അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഒരു ചെറിയൊരു കുക്കിങ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, സുഹറ മറിയം എന്നാണ്. അല്ലെങ്കിൽ ഫാത്തിമ സുഹറ എന്ന് അടിച്ചു കൊടുത്താലും മതി, അപ്പോൾ കിട്ടും. എല്ലാവരും ഒന്ന് ഇട്ട് ഫോളോ ചെയ്യട്ടാ. പിന്നെ അതിൻ്റെ ശേഷം ഒരു കൊക്കോപ്പഴം നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ച്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് കുളിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ മഴക്കാലമാണല്ലോ. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും നല്ല ഇരുട്ടായിരിക്കും അല്ലേ.